പ്രതിമാരണ ഹാർട്ട് ബീറ്റ്സ് ഒടിമാരണ വൈബാണേ പോലെ പതിവിലേറെ കളികളിൽ കിടലമാണ് ചടുല വേഗം അടിച്ചു കേറി വാ അടിച്ചു കേറി വാ. This is your favorite program, My G Future. Adichu Keri Va, co-branded by KSFE Harmony Chittigal. Special partner ISST, require a job, acquire a skill and also happy peanut butter. സംഭവ ബഹുലമായ ശനിയാഴ്ചത്തെ മത്സരങ്ങൾ കഴിഞ്ഞ് ഞങ്ങൾ നിങ്ങളെ കാണാനായി തിരിച്ചെത്തിയിരിക്കുകയാണ്. സൺഡേ അപ്പോ അറിയാലോ ആരാണ് ലീഡ് ചെയ്ത് നിൽക്കുന്നത്? ഈ വരാപ്പുഴയുടെ സ്വന്തം ഞങ്ങളുടെ സ്വന്തം ജിസ്ന. ഓക്കെ, അപ്പൊ കഴിഞ്ഞ എപ്പിസോഡിൽ എന്താ സംഭവിച്ചെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഇങ്ങനെയൊക്കെയാണോ ചേച്ചി സാരി ഉടുപ്പിക്കണ്ടേ? ജിസ്നയ്ക്ക് ലഭിക്കുന്ന 30,000 രൂപയുടെ സമ്മാനം കയ്യടേ. അപ്പൊ നമുക്ക് നാലാമത്തെ ലെവലിലേക്ക് പോകുന്നതിന് മുന്നേ കോൺസ്റ്റബിൾ മഞ്ജുവിനോട് എനിക്കൊരു സംശയം ചോദിക്കാനുണ്ട്. എന്ത് സംശയം? എങ്ങനെയാണ് ഈ ഗുണ്ടേനെ കല്യാണം കഴിച്ചത്? ആ സാഹചര്യം എന്താണെന്ന് പറഞ്ഞേ. ഗോപാലന്റെ മകനുമായിട്ടാണ് എന്റെ കല്യാണം ഫിക്സ് ചെയ്തിരുന്നത്. ഓക്കെ. പക്ഷെ ആ സമയത്ത് ഗോപാലന്റെ മകൻ അവിടുന്ന് ഒളിച്ചോടി പോയി. ഇതെല്ലാം അവരുടെ പ്ലാനിങ് ആണ്. അത് തേച്ചിട്ട് പോയി. അപ്പൊ ഗോപാലന്റെ പ്ലാനിങ് ആയിട്ട് മകന്റെ സ്ഥാനത്ത് ഗിരിയാണെന്ന് പറഞ്ഞ് മണ്ഡപത്തിൽ വെച്ചാണ് മാറി കല്യാണം കഴിപ്പിക്കുന്നത്. ലെവൽ 4 മത്സരത്തിലേക്ക് പോവാണ്. ഇത് വളരെ ക്രൂഷ്യൽ ആണ്. അതായത് ഈ മത്സരത്തിൽ തോക്കുന്നവരുടെ പണി പാളും. അതെ, ഇത് നോക്കൌട്ട് റൗണ്ട് ആണ്. ഇതിൽ പിന്നെ ഒരു സെക്കൻഡ് ചാൻസ് ഇല്ല. നോക്കൌട്ട് ആണെങ്കിൽ അപ്പൊ തന്നെ മാറേണ്ടി വരും. പിന്നെ പുറകെ ഇരിക്കുന്ന നമ്മുടെ പുതിയ ആൾക്കാരെ നമ്മൾ ഇറക്കുകയും ചെയ്യും. അതെ, അപ്പൊ ലെവൽ 4 മത്സരത്തിൽ നിന്ന് വിജയിക്കുന്നവർക്ക് ലഭിക്കുന്നത് ലെവൽ 3 വരെ നിങ്ങൾ നേടിയെടുത്ത സമ്മാനങ്ങൾ. അതിന്റെ കൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നു 20,000 രൂപ വിലമതിക്കുന്ന ഒരു ഗൂഗിൾ TV. Level 4 in My G Future. Adichu Keri Va. അവിടെ ഒരു ബുൾസൈ കണ്ടല്ലോ. അപ്പൊ നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് ഈ അമ്പും അതുപോലെ ബില്ലും ഒക്കെ എടുത്ത് അതിനെ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് നമ്മൾ എഴുത് കൊള്ളിക്കണം. നിങ്ങൾ ഇതെങ്ങനെ എടുത്ത് ചെയ്യാനായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മൾ വന്ന് നിങ്ങളുടെ കണ്ണങ്ങ് മൂടും. എയിം ചെയ്തതിന് ശേഷം 3 ആരോ അത് എവിടേക്കാണ് പതിക്കുന്നത്? 100, 200, 500 അതിനനുസരിച്ച് നിങ്ങൾക്ക് പോയിന്റ് കിട്ടും. വരാപ്പുഴയെ വന്നിട്ട് എന്നെ നാട്ടുകാർ മുഴുവൻ വാരിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പൊന്നു ഫെമി എങ്ങനെയെങ്കിലും ഒന്ന് മുമ്പോട്ട് കയറി വരണേ. ഒരു ജിസ്നടുത്തൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും നേരം കഷ്ടപ്പെട്ടതൊക്കെ വെറുതെയാവും. ഇന്നലെ തൊട്ട് ഇവിടെ നിന്ന് വേർക്കുവാണ് ചേട്ടനും നമ്മളെല്ലാരും കൂടെ, മനസ്സിലായോ? അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് കൊള്ളിച്ചോണേ. ടെൻഷനൊക്കെ വിട്ടോ. ജയിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. എന്നാലും നമ്മൾ ജയിച്ചിരിക്കണം. അത്ര മാത്രം എനിക്ക് പറയാനുള്ളൂ. ദ്രോണാചാര്യര് പറയുന്ന പോലെ അവിടെ നിങ്ങൾ എന്ത് കാണുന്നു അത് മാത്രം കണ്ടാൽ മതി. വേറെ ആരെയും നോക്കണ്ട. കഥാപ്രസംഗം നിർത്തിയിട്ടാ ബ്ലൈൻഡ് ഫോൾഡിങ് താ. ഇനി 2 എണ്ണം ഉണ്ട്. അതെങ്കിലും കൊള്ളിച്ചാൽ മതി. പച്ചയാണ് വിടാൻ പോണത്. പച്ച നോക്കട്ടെ ഇത് എവിടെ കൊള്ളുന്നു. ഇത് പച്ച പിടിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പച്ച കൊണ്ടിരിക്കണോ അളിയാ? കൊണ്ടിരിക്കണ്ട. ആക്ച്വലി ഇത് താണ്ടി 200ന്റെ ഭാഗത്തായിട്ട് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം അല്ലേ? പോയിന്റ് 200 പോയിന്റ് കിട്ടിയിരിക്കുന്നു. അടുത്തത് ഇതാ നമ്മുടെ ടീമിന് കിട്ടിയിരിക്കുന്നത് വെറും 200 പോയിന്റ് ആണെന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. റെഡിയല്ലേ? ഇടുവാണേ, ബ്ലൈൻഡ് ഫോൾഡ് ഇടുവാണേ. അയ്യോ എന്തൊരു ആശ്വാസം. ഇത് നേരെ കറക്റ്റ് 500 കൊള്ളിക്കണം. ഓക്കെ, റെഡി. 100 കിട്ടി. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. കാര്യം ഇത്രയും കഷ്ടപ്പെട്ട് കുട്ടി നേടിയെടുത്ത സമ്മാനങ്ങൾ കൈവിട്ട് പോകാൻ സാധ്യതയുള്ളതാണ്. മോളെ 100 പോയിന്റ് അടിച്ചാൽ നമ്മൾ ടൈ ആവും. 200 അടിച്ചാൽ നമ്മൾ ജയിക്കും. 500 അടിച്ചാൽ നമുക്ക് ലോട്ടറിയാണ്. അയ്യോ എന്റെ പൊന്നേ. ജിസ്ന വെരി ബെസ്റ്റ്. നന്നായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഞാനും
ജിസ്നയും കോൺസ്റ്റബിൾ മഞ്ജു നമ്മളെല്ലാരും കൂടെ തകർത്ത് മാറിയിരിക്കുകയാണ്. We came back with the power. ഇതാണ് പവർ. നമ്മളെ ഫെമി ജയിച്ചിരിക്കുകയാണ്. ജയിച്ചിരിക്കുന്ന നോക്കൌട്ട് ലെവലില്. And she is back on the game. അടിച്ചു കേറി വാ. അപ്പൊ ഞാനൊരു കാര്യം പറയണം ജിസ്ന ഇത്രയും കഷ്ടപ്പെട്ട് 4 റൗണ്ട് അടിപൊളിയായിട്ട് കോമ്പീറ്റ് ചെയ്തു. അതാണ് ഈ ഗെയിമിന്റെ കുഴപ്പം. ജയിച്ച് നിൽക്കും എന്ന് പറയുമ്പോ ഈ ഗെയിമിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ആ ട്വിസ്റ്റിൽ പെട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു. ആത്മാർത്ഥമായിട്ട് ജിസ്നയ്ക്ക് പോയിന്റ് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ശരിക്കും ഉള്ളിന്റെ ഉള്ളിൽ കിട്ടണേന്ന് ആഗ്രഹിച്ചു. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ജസ്റ്റ് എ പാർട്ട് ഓഫ്. ഇത്രയും പോരാടി ഈ ലെവല് വരെ എത്തി നല്ല ചൂണക്കുട്ടിയായിട്ട് കളിച്ച ജിസ്നയ്ക്ക് വരാപ്പുഴയിലെ എല്ലാ ജനങ്ങളും ചേർന്ന് നല്ല ആവേശകരമായ ഒരു കൈയടി കൊടുത്തേ. Come on. ജിസ്നയ്ക്ക് നമ്മളോട് എന്താ പറയാനുള്ളത് ജിസ്ന? എത്താൻ പറ്റുമോന്നാ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. അത് തന്നെ വലിയ അടിപൊളിയാണ് ജിസ്ന. ഞാനും സത്യം പറഞ്ഞ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു ജിസ്ന ജയിക്കണമെന്ന്. പക്ഷെ സാരല്ല ജിസ്നയ്ക്ക് ഒരു പ്രോത്സാഹന സമ്മാനം ഞങ്ങൾ തരുന്നുണ്ട്. കൊടുക്കുന്നത് പാലക്കാട് നാച്ചുറൽ നെല്ലരി റൈസ് ആണ്. അടിച്ചു കേറി വാ. KSFE ഹാർമണി ചിട്ടികളിൽ ആദ്യം ചേരുന്ന 100 പേരെ കാത്തിരിക്കുന്നത് സിംഗപ്പൂരിലേക്കുള്ള വിദേശ യാത്രയാണ്. അടിക്കൈ. അടിച്ചു കേറി വാ. അപ്പൊ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസിന് വേണ്ടിയിട്ടുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. ഭാനുമതി അമ്മയുടെ യഥാർത്ഥ പേര് അറിയാവുന്നവര് കൈവക്കിയാ മതി. അഞ്ജുന്നാണോ? ഉത്തരം കറക്റ്റ് ആണ്. വായിക്കോട്ടെ. ചേച്ചിക്ക് ലഭിക്കുന്നത് ഡെന്റോ ക്ലിനിക് ജർമ്മൻ ഡിസൈൻ ടൂത്ത് ബ്രഷ് ആണ്. അടിച്ചു കേറി വാ. മുകുന്ദൻ ഉണ്ണിയുടെ അമ്മയുടെ പേര് ഗൗരി. ശരിയാണ്. ശരി ഉത്തരം. കറക്റ്റ് ഉത്തരം നൽകിയ ചേച്ചിക്ക് നമ്മുടെ കോൺസ്റ്റബിൾ മഞ്ജു കൊടുക്കുകയാണ് ഡീപൂൾ കാർ ഷാംപൂ. അടിച്ചു കേറി വാ. അങ്ങനെ ഫെമിയുടെ ഒപ്പം മത്സരിക്കാൻ ഒരു മത്സരാർത്ഥി ഇവിടെ കുറഞ്ഞിരിക്കുകയാണ്. ആ മത്സരാർത്ഥി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് റിസർവിൽ ഇരിക്കുന്ന ബാക്കിയുള്ളവരിൽ നിന്നാണ്. വരൂ. 5ാമത്തെ ലെവലിൽ മത്സരിക്കാൻ പോകുന്നത് ആരാണെന്നും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന സമ്മാനം എന്താണെന്ന് നമുക്ക് നോക്കാം. 25,000 രൂപ വിലമതിക്കുന്ന AC ആണ്. അതിന്റെ കൂട്ടത്തില് വേറെ ബാക്കിയുള്ള എല്ലാം കൂടെ ഉണ്ട്. അപ്പൊ ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 75,000 രൂപയുടെ വിലയുള്ള ഗൃഹോപകരണങ്ങളാണ്. ഈ മത്സരത്തിലേക്ക് എത്താനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒന്ന് മാത്രമാണ്, നല്ല റൊമാൻറ്റിക് പെർഫോമൻസ്. ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു, ആത്മാവിനുള്ളിൽ ആരാരും കാണാ മനസ്സിൻ ചിറകിലൊളിച്ച മോഹം പൊൻപീലിയായി വളർന്നീതാ. മഴ പോലെ എന്നിൽ പൊഴിയുന്നു, നേർത്ത വെയിലായി വന്നു മിഴിയിൽ തൊടുന്നു പതിവായി നിന്നനുരാഗം. ഒരു കാറ്റ് പോലെ പുണരുന്നു നെഞ്ചിൽ, നിള പോലെ കൊഞ്ചി ഒഴുകുന്നിതെന്നു മഴകേ ഈ അനുരാഗം. എന്താണ് ഇവിടെ സംഭവിച്ചത്? തേങ്ങ വെട്ടിയിരുന്ന സൗണ്ട് കേട്ടല്ലോ. ഇവിടെ ഒന്നുമില്ല. 62 വയസ്സും വെച്ച് എന്നെ ഈ പ്രേമിക്കാൻ കാണിച്ച ഈ മനസ്സിന്റെ മുന്നിൽ മൂക്കിടിച്ച് വീണിട്ടും ആ പ്രേമം പോകാതെ എന്നെ ചേച്ചി വാരിപ്പിടർന്നു. ഈ ചേച്ചിയല്ല വിന്നത്. സമ്മതിച്ചില്ലേ? അവിടെ എന്നാ കൈയടിച്ചേ. നിങ്ങൾക്ക് ഇനി മത്സരിക്കാനായിട്ട് അവസരമില്ല. അപ്പൊ നിങ്ങൾക്ക് പ്രോത്സാഹന സമ്മാനം തന്നു വിടാണ്. നിങ്ങൾക്ക് പാലക്കാട് നാച്ചുറൽ നെല്ലരി റൈസ് ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ നന്നായിട്ട് ഉണരാൻ 4 വിഷ് മാട്രസ് ഫോർ ഹെൽത്തി സ്ലീപ്പ്. അപ്പോ മത്സരിക്കാൻ എത്തിയ ചേച്ചിയുടെ കഥ ഒരു ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള കഥയാണെന്ന് ഞാനിവിടെ അന്വേഷിച്ച് പറഞ്ഞു. ചേച്ചി തന്നെ പറയാം. ഞാൻ ആനി ജോസഫ്. ഓക്കെ. ഞാൻ ചെറിയൊരു ജോലി ഇപ്പൊ ചെയ്യുന്നുണ്ട്. സ്റ്റോർ കീപ്പറാണ്. അടിപൊളി. കൈയടി. ചേച്ചി സിംഗിൾ വുമൺ ആണെന്നാണല്ലോ കേട്ടത്. എന്താണ്? സിംഗിളാ. എത്ര കാലമായിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് പൊരുതിക്കൊണ്ടിരിക്കുകയാണ്? ഒരു 28 വർഷത്തോളം. എന്റെ പൊന്നോ, അടിപൊളി. 28 വർഷമായിട്ട് 2 കുട്ടികളുണ്ട് എനിക്ക്. 2 പേരുടെയും കല്യാണം കഴിഞ്ഞു. 65 വയസ്സുണ്ട്. 65 വയസ്സായി. അതാ ഇവിടെ പ്രായം പറഞ്ഞ ആരോ ഞാൻ കേട്ടു. 65 വയസ്സുണ്ട് എനിക്ക്. അങ്ങനെ ആ സിംഗിൾ പാരന്റ് സിംഗിൾ വുമൻ ആയിട്ട് പൊരുതിക്കൊണ്ടിരിക്കുന്ന ഒരു ഗർജിക്കുന്ന സിംഹിണിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന. കൈയടി.
അഞ്ചാമത്തെ ലെവലിലേക്ക് ചേച്ചി ഡയറക്റ്റ് ആയിട്ട് കയറിയിരിക്കുകയാണ്. ലെവലിലേക്ക് പോയാലോ? പോകാം. അപ്പോ 25,000 രൂപ വിലമതിക്കുന്ന സമ്മാനമാണ് നിങ്ങളെ അഞ്ചാമത്തെ ലെവലിൽ കാത്തിരിക്കുന്നത്. അത് എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുത്തിരിച്ച് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൈ ജി ഫ്യൂച്ചർ അടിച്ച് കേറി വാ, കോ ബ്രാൻഡഡ് ബൈ KSFE ഹാർമോണി ചിട്ടികൾ. Special partner ISSD, require a job, acquire a skill and happy peanut butter. എന്റെ ഫെമി അഞ്ചാമത്തെ ലെവലാണ്. ഫെമി ആരാണെന്നുള്ളത് നമ്മൾ വരാപ്പുഴക്കാർക്കും സൂര്യ TV പ്രേക്ഷകർക്കും നമ്മൾ ഇന്ന് ഈ ഗെയിമിൽ കാണിച്ചു കൊടുക്കുന്നതാണ്. അത്രേ ഉള്ളൂ. അതെ, ഇപ്പൊ ഞങ്ങൾ ഇറക്കിയിട്ടുണ്ട് പുതിയൊരു സിംഹിണിനെ, ആനി ജോസഫ് സിംഹിണി. ഇടിക്കരുത് കേട്ടോ. എന്താ നിങ്ങൾ ചെയ്യാൻ പോണേ? എന്താ ചെയ്യണ്ട? സിമ്പിൾ ആയിട്ട് പൊറോട്ട അടിക്കണം. പൊറോട്ട അടിക്കുന്ന ഒരു രീതി നിങ്ങൾക്കറിയാമല്ലോ. ആദ്യം അതിൽ നിന്ന് ഒരു ബോൾ എടുക്കും, ബോളിനെ ഒന്ന് പരത്തും, പിന്നെ അത് പതുക്കെ ഒന്ന് വീശി 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 നമ്മളൊന്ന് വലുതാക്കും, പിന്നെ അതിനെ ഒന്ന് നൂത്ത് വയ്ക്കും, പിന്നെ അതിനെ ഞൊറിഞ്ഞ് ഇങ്ങനെ ചുറ്റി വീണ്ടും റിബണാക്കും, പിന്നെയാണ് പരത്തി ഇങ്ങനെ അടുക്കടുക്കായി കാക്കുന്നത്. അപ്പം പൊറോട്ട ഉണ്ടാക്കുന്ന അതേ രീതിയിൽ ഫോളോ ചെയ്ത് നിങ്ങൾ ഇത് കംപ്ലീറ്റ് ചെയ്യണം. അല്ലാതെ ചുമ്മാ ചപ്പാത്തി പോലെ പരത്തി വെച്ച് കഴിഞ്ഞാൽ ഔട്ട് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ വിജയ് അടിക്കുന്നു അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടൊന്നും നമുക്ക് അടിക്കാൻ പറ്റില്ല. അവന്റെ ഇത് ഷൂട്ടില്ലാത്ത സമയത്ത് അവന്റെ പരിപാടി പൊറോട്ട അടിയാണ്. അതിപ്പോ എക്സ്പ്ലെയിൻ ചെയ്തപ്പോ മനസ്സിലായി. അതുപോലെ നമുക്ക് പറ്റൂല, പക്ഷേ ഏതാണ്ട് പൊറോട്ടയുടെ ഒരു സ്റ്റൈലിലേക്ക് വരുന്ന ആൾക്ക് വിജയിക്കാം. And your time starts now. നിങ്ങൾക്ക് വേണ്ടിയുള്ള 90 സെക്കൻഡ്സ് ആരംഭിച്ചിരിക്കുന്നു. ചേച്ചി നോക്കി ചെയ്യില്ലേ, ഏതോ കിച്ചൺ സ്റ്റോറേജ് ഒക്കെ അല്ലേ ഉള്ളത്. അങ്ങോട്ട് കുഴച്ചാടി. വീട്ടിൽ കാറ്ററിംഗ് ആണല്ലേ? ഇത് കണ്ട ഒരെണ്ണമെങ്കിലും ആദ്യം അടിക്കണം. മൈദയൊക്കെ എടുത്ത് എന്തെങ്കിലും ചെയ്യും. ഓക്കെ, മൈദയ്ക്ക് എന്തോ പറ്റി? പൗഡർ ഇട്ട് കൊടുത്തതാണ്. പൊറോട്ടയ്ക്ക് പൗഡർ ഇട്ടാണോ? അങ്ങോട്ട് ഇട്. അങ്ങനെ രണ്ട് കൈ അടി. കുറച്ചുകൂടെ മൈദ എടുത്ത് അല്ലല്ലേ കൊണ്ടു. എന്തോന്ന് ചേച്ചി? ഇത് നമ്മൾ വിട്ടുകൊടുക്കരുത്. ഇത് നമ്മുടെ മാനത്തിന്റെ പ്രശ്നമാണ്. അയ്യോ, ഇനി നിങ്ങൾക്ക് 30 സെക്കൻഡ് മാത്രം ബാക്കി. 30 സെക്കൻഡ്. Nine, 8, 7, 6, 5, 4, 3, 2, 0. ആനി ജോസഫ് ചേച്ചി ക്രിസ്മസിന് പൊറോട്ട ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടോ? ഇത് സെന്റ് ജോസഫ് പള്ളിയിൽ ഞങ്ങൾ രണ്ടാമത്തെ പൊറോട്ട എന്ന് പറയുന്നത്. ഇത് ഒരു മോഡേൺ ആർട്ടാണ് ഗൈസ്. ഇത് വിവരമുള്ളവരൊക്കെ മനസ്സിലാവും, സൂക്ഷിച്ചു നോക്കണം. ഇതിനെ പൊറോട്ടയുടെ അനിയനായിട്ട് വിളിക്കണോ, വകയിലുള്ളവനായിട്ട് വിളിക്കണോ? നീ കിടന്ന് ഉറങ്ങണ പോലെ ഉണ്ടത്. ഇത് പുരാവസ്തു ഗവേഷണ കേന്ദ്രത്തിൽ കൊടുക്കാൻ മനോഹരമായ 3 നല്ല തങ്ക കുടം പോലെയുള്ള പൊറോട്ടകൾ. അങ്ങനെ എന്ത് രസമുണ്ട് നിങ്ങളെ കാണാൻ. 1, 2, 3 കണ്ട. ഇതിനെ പൊറോട്ട എന്നൊന്നും വിളിക്കാൻ പറ്റൂല. സമ്മാനം കൊടു ഇങ്ങോട്ട്. ഫെമിക്ക് ലഭിക്കുന്നത് 75,000 രൂപ വിലമതിക്കുന്ന സമ്മാനങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. നമ്മളെ ഇത്രയും നേരം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ തങ്കക്കുടങ്ങൾക്ക് വരാപ്പുഴക്കാർക്ക് വേണ്ടി നമ്മളൊരു ചോദ്യമുണ്ട്, അതിനൊപ്പം തന്നെ ഒരു ഗിഫ്റ്റുണ്ട്. മഞ്ജുവിന്റെ പ്രധാന ശത്രു ആരാണ്? ഉത്തരം സൂര്യ ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പരമ്പരകളും മുടങ്ങാതെ കാണുന്ന നമ്മുടെ +2കാരന് വേണ്ടി ഇതാ നമ്മുടെ കോൺസ്റ്റബിൾ മഞ്ജു നന്ദികേശം ഹെയർ ഓയിൽ കൊടുക്കുകയാണ്. അതായത് ലാസ്റ്റ് ഗെയിമിലേക്ക് നമ്മൾ പോകുമ്പോൾ 6th ലെവലിൽ നമ്മൾ പങ്കെടുക്കുകയാണ്. വിജയിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 1,05,000 രൂപയാണ്. ഫെമി ജയിച്ചു നിൽക്കുകയാണ്. അപ്പോൾ 5ാമത്തെ ലെവലിൽ നമ്മൾ ക്വിറ്റ് ചെയ്യാൻ ഒരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. ഞങ്ങളൊരു ലോട്ട് കൊണ്ടുവരും. ആ ലോട്ടിൽ 2 സമ്മാനങ്ങൾ ഉണ്ടാവും. ഒന്ന് ഈ പറഞ്ഞ 20,000 രൂപയുടെ സമ്മാനവും, മറ്റേത് 5,000 രൂപയുടെ സമ്മാനമായിരിക്കും. ഇപ്പം നിങ്ങളുടെ ലോട്ടിൽ നിന്ന് നിങ്ങൾ കിട്ടുന്ന 20,000 ആണെങ്കിൽ അതുകൊണ്ട് വീട്ടിൽ പോവാം. അതല്ല 5,000 ആണെങ്കിൽ അതും കൊണ്ട് വീട്ടിൽ പോവാം. പക്ഷേ മറ്റേ സമ്മാനം ഇപ്പുറത്ത് കിട്ടുന്ന ആൾക്ക് കിട്ടും. മനസ്സിലായോ? പിന്നെ ഇതല്ലാതെ വേറൊരു ഓപ്ഷനും കൂടെ ഫെമിക്ക് തിരഞ്ഞെടുക്കാം. ഫെമി അടുത്ത ലെവലിലേക്ക് 6th ലെവലിലേക്ക് പോവുകയാണ്. നിങ്ങൾ രണ്ടുപേരും ആ ഒരു ഗെയിം മത്സരിക്കുകയാണ്. പക്ഷേ ഫെമി തോക്കുകയാണെങ്കിലും മറ്റേയാൾ ജയിക്കാതെ ഇരുന്നാലും ഫെമിയുടെ കയ്യിലിരിക്കും 35,000 രൂപയുടെ സമ്മാനം. അതായത് ആ ഗെയിം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗെയിമിന് ഒരു ടൈം ലിമിറ്റ് ഉണ്ടാവും. ഇത്ര മിനിറ്റിൽ ആ ഗെയിം കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ട്.
ആ ടൈം ലിമിറ്റിനുള്ളിൽ ആ ഗെയിം ആരും കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഫെമിക്ക് സമ്മാനം കിട്ടും. എന്നാൽ നേരെ മറിച്ച് ആ നിശ്ചിത സമയത്തിനുള്ളിൽ നിങ്ങളിൽ ആരെങ്കിലും ഒരാളാണ് വിജയിക്കുന്നതെങ്കിൽ, ഇപ്പൊ ഫെമിയാണ് വിജയിക്കുന്നതെങ്കിൽ ഫെമിക്ക് ഫുൾ സമ്മാനം കിട്ടും. ഇനിയിപ്പോ ആനി ജോസഫ് ചേച്ചിയാണ് വിജയിക്കുന്നതെങ്കിൽ ചേച്ചിക്കായിരിക്കും മുഴുവൻ സമ്മാനങ്ങളും. അതായത് 1,50,000 രൂപയുടെ മുഴുവൻ സമ്മാനങ്ങളും ലഭിക്കാൻ പോകുന്നത് ആ ഫിനാലെ ഗെയിമിലായിരിക്കും. അതുകൊണ്ടാണ് അതിന്റെ പേര് കിട്ടിയ ഊട്ടി ഇല്ലെങ്കിൽ ചാട്ടി. അപ്പൊ ഫെമിയാണ് തീരുമാനിക്കാൻ പോകുന്നത് ഈ ഗെയിമിലേക്ക് പോകുന്നു അതോ ക്വിറ്റ് ചെയ്ത് വീട്ടിലേക്ക് പോകുന്നു. ഗെയിമിലോട്ട് പോകുന്നു. ഒരു ഡൗട്ടും ഇല്ല. ആടിപ്പോളെ. ആടിപ്പോളെ. അതായത് ഇതിന്റെ ഒരു സെറ്റപ്പ് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഗെയിമാണ്. നിങ്ങൾ നേരെ ഇവിടെ വരുന്നു, ഈ കുടത്തിലേക്ക് ഇതിൽ നിന്നും വെള്ളം കോരി ഒഴിക്കും. നിങ്ങൾക്ക് മാക്സിമം എത്ര വെള്ളം ഒഴിക്കാൻ പറ്റും അത്ര ഒഴിക്കുക. ഈ കുടം നിങ്ങൾ ഇങ്ങനെ തലയിൽ വെക്കുന്നു, എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ബാലൻസ് ചെയ്ത് അങ്ങനെയല്ല ബാലൻസ് ചെയ്ത് പോകണം. നമ്മൾ നേരെ അവിടെ നടന്നെത്തുന്നു. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇത് കുടം തലേന്ന് എടുക്കുന്നു, ഇതിലേക്ക് നമ്മൾ നിറയ്ക്കുന്നു. ഇവിടെ ഒരു ബ്ലൂ ലൈൻ കണ്ടോ, ഒരു നീല വര. അതായത് നിങ്ങൾ 2 മിനിറ്റ് സമയത്തിനകത്ത് ഈ നീല വരയുടെ ലെവലിലേക്ക് നിങ്ങൾ വെള്ളം ഒഴിച്ച് നിറച്ചു കഴിഞ്ഞാൽ നിങ്ങളായിരിക്കും ഈ മത്സരത്തിലെ വിജയ്. ദ ഫൈനൽ ഗെയിം, 6th ലെവൽ ഗെയിം. കിട്ടിയ ഊട്ടി ഇല്ലെങ്കിൽ ചാട്ടി. ആർക്കാട് ഊട്ടി, ആർക്കാട് ചട്ടി ഇന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇതിൽ ആദ്യം ആരാണ് മത്സരിക്കാൻ പോകുന്നത്? ആദ്യം ചേച്ചി മത്സരിക്കട്ടെ. അവസാനത്തെ റൗണ്ട് തുടങ്ങുന്നു. Your time starts now. പണ്ട് നമ്മൾ വെള്ളം കോരാൻ പോയ ഓർമ്മയൊക്കെ മനസ്സിൽ കൊണ്ടുവന്ന് കൈവച്ച് പിടിക്കണ്ട, ബാലൻസ് ചെയ്ത് പോയാ മതി. അവിടം വരെ കൊണ്ടുവന്നിട്ട് കളയല്ലേ എന്റെ ചേച്ചി. ഒഴുകെ 50 സെക്കൻഡ് ആയിട്ടുള്ളൂ. പോട്ടെ. അടിപൊളി. ചേച്ചി നീലയുടെ അടുത്ത് എത്താറായി. ഒഴിച്ചോ. 1 മിനിറ്റ് 20 സെക്കൻഡ് ആയിട്ടേ ഉള്ളൂ. 1 മിനിറ്റ് 20 സെക്കൻഡ് ആയിട്ടുള്ളൂ. സമയമുണ്ട് ചേച്ചി. അങ്ങോട്ട് ഒഴുക്ക്. ദിന്തിമത്തായി ജയിച്ചിരിക്കുകയാണ്. 1 മിനിറ്റ് 45 സെക്കൻഡ്. ദിന്തിമത്തായി ഫസ്റ്റ്. എന്റെ അബോ, ടൈം നോട്ടിക്ക. നിങ്ങൾ 1 മിനിറ്റ് 45 സെക്കൻഡ് കൊണ്ട് സിമ്പിൾ ആയിട്ട് പുഷ്പം പോലെ ആ കുടത്തിന്റെ മേളിൽ നിറച്ചിട്ടുണ്ട് കേട്ടാ. ഞങ്ങൾ ഒരു ഷോർട്ട് ബ്രേക്ക് എടുത്ത് തിരിച്ചു വരാം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൈജി ഫ്യൂച്ചർ അടിച്ച് കേറിവാ. കോ ബ്രാൻഡഡ് ബൈ KSFE ഹാർമണി ചിട്ടികൾ. Special partner ISSD, require a job, acquire a skill and special partner Happy Peanut Butter. ഇതായി മത്സരം ആരംഭിക്കുന്നത്. ഫെമി, your time starts now. കൈവച്ച് തൊട്ടാൽ റീസ്റ്റാർട്ട് ചെയ്യണം. 50 സെക്കൻഡ് കഴിഞ്ഞിരിക്കുകയാണ്. അയ്യോ, 50 സെക്കൻഡ്സ് കഴിഞ്ഞല്ലോ. എന്ത് ചെയ്യും നമ്മൾ മല്ലയ്യ? Okay, good, Femi. 30 സെക്കൻഡുകൾ മാത്രം ബാക്കിയുണ്ട്. തൊട്ട് തിരിച്ചു വരണം ഫെമി. ഓടിപ്പോ 5 4 കുഴപ്പമൊന്നുമില്ല. 3 2 1 0. ഞാൻ എടുത്ത് പൊക്കട്ട്.
അവസാനം വരെ വിജയിച്ച് നേടാനുള്ള അവസരം വരെ ഞങ്ങളുടെ ഈ ഗെയിമിലുണ്ട്. അതെ, ഇത് മൈജി ഫ്യൂച്ചർ അടിച്ച് കേറി വാ. കിട്ടിയിരിക്കുന്നത് 1, 2, 3 രൂപയല്ല, മറിച്ച 1,05,000 രൂപയുടെ ഗൃഹോപകരണങ്ങളാണ് മൈജി ഫ്യൂച്ചർ അടിച്ചു കയറിയതിലൂടെ ആനി ചേച്ചി നേടിയിരിക്കുന്നത്. പൊരുതി നിന്ന നമ്മുടെ ഫെമിക്ക് വേണ്ടിയുള്ള കോൺസലേഷൻ പ്രൈസ് ഉണ്ട്. നന്നായിട്ടുണരാൻ 4 വിഷ് മാട്രസ് ഫോർ ഹെൽത്തി സ്ലീപ്പ്, ഒരു ജെം പില്ലോ. എന്ത് തോന്നുന്ന ചേച്ചി പറ അങ്ങോട്ട്, എന്താ മനസ്സിൽ വരുന്നത്? സൂര്യ ടിവിനെ ചാനലിനെ ക്യാമറനെ ഒക്കെ ഉമ്മ വെക്കാൻ തോന്നുന്നു. ചേച്ചി ലെൻസിലോട്ട് ഉമ്മയിക്കരുത്, വൃത്തികേടായിരിക്കും. സൈഡിൽ വല്ലാണെങ്കിൽ വെച്ചോ. 65 വയസ്സ് വരെ കാത്തിരിക്കേണ്ടി വന്നു ഇത്രയും സമ്മാനങ്ങൾ ജീവിതത്തിൽ കിട്ടോ. അതുകൊണ്ടല്ലേ കിട്ടുന്നേ. ഫ്രിഡ്ജ് ചേച്ചിക്ക് വീട്ടിലുണ്ട്, അതുകൊണ്ട് അത് എനിക്ക് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും തരൂല. എനിക്ക് നിങ്ങളുടെ ഉമ്മയും വേണ്ട. അപ്പൊ 2 സമ്മാനങ്ങളാണ് നമ്മുടെ ഓഡിയൻസിന് ലഭിക്കുന്നത്. 2 സമ്മാനങ്ങളാണ്. ഇവാൻ ഗോമസിന് കിട്ടുന്നത് 4 വിഷ് മാട്രസ് നൽകുന്ന നന്നായിട്ടുണരാൻ 4 വിഷ് മാട്രസ് ഫോർ ഹെൽത്തി സ്ലീപ്പ്, ഒരു ജെം പില്ലോ. വണ്ടർലായിലേക്കുള്ള കപ്പിൾ എൻട്രി പാസ് ആണ് സമ്മാനമായി. അത് കിട്ടാൻ പോണ ആർക്കാണ് നമുക്ക് നോക്കാം. റെയ്നൽ റോസ് നെൽസൺ. ഈ 2 ദിവസം നമ്മളെയൊക്കെ കുടുകുടാ ചിരിപ്പിച്ച് നമ്മുടെ മനസ്സൊക്കെ നിറച്ച നല്ല സന്തോഷമായ ഹാപ്പി മൊമെന്റ്സ് നമുക്ക് തന്ന ഒരാൾക്ക് ഈസ്റ്റേൺ ഹാപ്പി മൊമെന്റ്സ് എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരു സമ്മാനം കൊടുക്കാൻ പോവാണ്. And the winner is 3 റൗണ്ടിലും മനോഹരമായി പൊരുതിക്കൊണ്ടിരുന്ന നമ്മുടെ സ്വന്തം ജിസ്ന. ഹാപ്പി നൽകുന്ന ഒരു ഗിഫ്റ്റ് ആമ്പർ. 65 വയസ്സിലെ കാത്തിരിവിന് ശേഷം എന്റെ സുന്ദരി കുട്ടിക്ക് ലഭിക്കുന്നു ഒരു ലോറി നിറയെ സമ്മാനങ്ങൾ. സർട്ടിഫിക്കറ്റ് ഓഫ് അച്ചീവ്മെന്റ് ഫോർ ആനി ചേച്ചി. നേരെ പോവുക, മൈജിയുടെ ഫ്യൂച്ചർ സ്റ്റോറിൽ കയറുക. അവിടെ പോയി ചേച്ചിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊന്നും എടുക്കാൻ പറ്റൂല. ഞങ്ങൾ ഈ തന്ന സാധനങ്ങൾ ഇഷ്ടമുള്ള കളറിൽ ഇഷ്ടമുള്ള നിറത്തിൽ സെലക്ട് ചെയ്ത് വീട്ടിൽ പോവാം. ഓക്കെ. ഗുണ്ടാഗിരിക്ക് കൊടുക്കുന്നു നന്നായിട്ടുണരാൻ 4 വിഷ് മാട്രസ് ഫോർ ഹെൽത്തി സ്ലിപ്പ് നൽകുന്ന ഒരു ജെം പില്ലോ ആണ്. താങ്ക് യു. ഒപ്പം തന്നെ നമ്മുടെ കോൺസ്റ്റബിൾ മഞ്ജുവിനും ഉണ്ട് ഗിഫ്റ്റ്. കെന്നഡി ടെക്സ് വേൾഡ് കോലഞ്ചേരി നൽകുന്ന ഒരു കിടിലം സമ്മാനം. ഞങ്ങൾ പോവുകയാണ്. ഞങ്ങളുടെ ഒരു വണ്ടി നിറയെ 1,05,000 രൂപ വിലമതിക്കുന്ന ഹോം അപ്ലയൻസസുമായി അടുത്ത നാട്ടിലേക്ക് കാത്തിരുന്ന് കാണുക. അടുത്ത ശനിയും ഞായറും ഞങ്ങൾ വരുന്നുണ്ട്, പുതിയ സ്ഥലത്ത് പുതിയ മത്സരാർത്ഥികളുമായി, പുതിയ സെലിബ്രിറ്റി ഗസ്റ്റുകളുമായി. അതുവരെ കാത്തിരിക്കുക. So this is Myji Future അടിച്ചു കേറിവ co-branded by KSFE Harmony ചുട്ടികൾ. Special partner ISST, require a job, acquire a skill, and also Happy Peanut Butter. Adikai! Today